Good morning, everyone. So we are moving to next module. In this module, we are going to study about inverters. Okay, starting with the introduction of SMPS, then switch mode inverters, PWM techniques used in inverters, then the single phase inverter like half bridge, full bridge, and push pull single phase inverters. Then finally, UPS and three phase inverters. So, starting with, so let's start now. So, we are starting with the introduction of SMPS. So, what do you mean by SMPS? We all know SMPS means switched mode power supply. Okay. So, this SMPS, that is switched mode power supply, uses a switching regulator to convert electric power efficiently. അതായത് ഒരു സ്വിച്ചിങ് റെഗുലേറ്റർ ഒരു സ്വിച്ച് വെച്ചിട്ട് അത് കൺട്രോൾ ചെയ്യാണ്. അതായത് ഇലക്ട്രിക് പവർ ഒരു ഇൻപുട്ടായിട്ട് നമുക്കൊരു എ സി കിട്ടുകയാണെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് മാഗ്നിറ്റ്യൂഡ് ഫ്രീക്വൻസി മാറ്റിയിട്ട് വേറൊരു സിഗ്നൽ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കിയിട്ട് മാറ്റുകയാണ് ഈ SMPS ചെയ്യുന്നത്. സോ ദിസ് SMPS ട്രാൻസ്ഫേഴ്സ് ഇലക്ട്രിക് പവർ ഫ്രം എ സോഴ്സ് AC means to the load by converting the characteristics of current and voltage. അതായത് നമുക്ക് ഇൻപുട്ടായി വന്നൊരു എ സി സിഗ്നലിനെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ് മീൻസ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേണ്ട അപ്രോപ്രിയേറ്റ് ലോഡിന് വേണ്ട അപ്രോപ്രിയേറ്റ് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു SMPS എന്ന് പറയുന്ന മൊഡ്യൂൾ ചെയ്യുന്നത്. സോ ഓൾസോ ഇറ്റ് പ്രൊവൈഡ് a well-regulated power to the load irrespective of input variation. Input variation അതായത് ഇൻപുട്ട് എ സിയിലുള്ള വേരിയേഷൻ ഇറസ്പെക്റ്റീവ് ആയിട്ട് നമുക്കൊരു റെഗുലേറ്റഡ് ഔട്ട്പുട്ട് ആർക്ക് തരാൻ പറ്റും? ഈ ഒരു SMPS മൊഡ്യൂളിൽ തരാൻ പറ്റും. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ SMPS, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. Also, it incorporates a pass transistor that switches very fast, typically 50 Hz to 1 MHz between the on time and off time to minimize the energy waste. അതായത് എനർജി വേസ്റ്റ് മിനിമൈസ് ചെയ്യാൻ അതിൻ്റെ സ്വിച്ചസ് വിൽ ബി സ്വിച്ചിങ് ഫാസ്റ്റ്ലി ബിറ്റ്വീൻ 50 ഹേർട്സ് ടു 1 മെഗാഹെർട്സ്. ഈ ഒരു ഫ്രീക്വൻസിനിടയിൽ ഈ പറഞ്ഞ അതിൻ്റെ പാസ് ട്രാൻസിസ്റ്റർ അതായത് അതിൻ്റെ സ്വിച്ചസ് വിൽ ബി സ്വിച്ചിങ് ഫാസ്റ്റ് സോ ദാറ്റ് മിനിമൽ energy waste will be there in case of SMPS. Also, it regulates the output power by varying the on time ഓൺ ടു ഓഫ് ടൈം, അതായത് ഓൺ ടൈമും ഓഫ് ടൈമും വേരി ചെയ്തിട്ട് അതിൻ്റെ എഫിഷ്യൻസി മീൻസ് എന്താ വിത്ത് മിനിമം വോൾട്ടേജ് ഇറ്റ് വിൽ ബി യൂസിങ് എ മിനിമം വോൾട്ടേജ് ആൻഡ് ബൈ വേരിങ് ദ ഓൺ ടൈം ആൻഡ് ഓഫ് ടൈം സോ ദാറ്റ് ദ എഫിഷ്യൻസി വിൽ ബി ഹൈ വെൻ കമ്പയർഡ് ടു ലീനിയർ പവർ സപ്ലൈ. ഒരു ലീനിയർ പവർ സപ്ലൈ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതായത് ഒരു മിനിമം വോൾട്ടേജ് ലെവൽ വെച്ചിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും ബൈ ചേഞ്ചിങ് ദ ഓൺ ടൈം ആൻഡ് ഓഫ് ടൈം. So we'll be having more efficiency in case of SMPS than linear power supply. Okay, linear power supply ൽ എന്താണ് ഒരു പ്രശ്നമുള്ളത്? അവിടെ നമ്മുടെ എനർജി വേസ്റ്റേജ് വിൽ ബി മോർ ഇൻ കേസ് ഓഫ് ലീനിയർ പവർ സപ്ലൈ. ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഔട്ട്പുട്ട് പവർ റെഗുലേറ്റ് ചെയ്യണം. അവിടെ എന്താണ് നമ്മൾ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വെച്ചാണ് ചെയ്യുന്നത് ലീനിയർ പവർ സപ്ലൈയിൽ. അതിന് പകരം ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് പവർ റെഗുലേറ്റ് ചെയ്യാണ്. എങ്ങനെ? ബൈ വേരിങ് ദ ഓൺ ആൻഡ് ഓഫ് സ്വിച്ച്, by varying the on and off time with a minimum voltage. ഒരു മിനിമം വോൾട്ടേജ് വെച്ച് നമ്മൾ അതിൻ്റെ ഓൺ ടൈമോ ഓഫ് ടൈമോ വേരി ചെയ്യാണ് സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഹാവിങ് മോർ എഫിഷ്യൻസി ദാൻ കമ്പയർഡ് ടു എ ലീനിയർ പവർ സപ്ലൈ. ഓക്കെ, and this is the basic block diagram of an SMPS that we have told input will be an AC signal. Okay, then input rectifier and filter so that the AC component will be filtered out. Then it is giving to an inverter or DC chopper, a DC chopper. Okay, the DC chopper means already we have seen in lab class. I have told you like DC chopper, it will be converting the DC voltage to a pulsating DC voltage. Pulsating DC voltage അത് ഇൻപുട്ട് DC വോൾട്ടേജിനെ ഒരു പൾസേറ്റിംഗ് DC വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, then it is given to an output transformer. Then
from this output transformer, it is going to a rectifier and filter. It will be filtering out the ripple contents. Ripple contents will be filtered out by this rectifier and the filter, and finally we are getting a DC output of required level. അതായത് ഒരു AC സിഗ്നൽ വന്നിട്ടുണ്ട്, അതിനൊരു റിക്വയർഡ് ലെവലിൽ നമ്മൾ, അതായത് റിക്വയർഡ് ലെവലിലുള്ള ഒരു DC ഔട്ട്പുട്ട് ആയിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് SMPS. അതായത് നമ്മൾക്ക് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസ്, ആ ഡിവൈസിന് ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് വോൾട്ടേജ്, ഓക്കെ, പർട്ടിക്കുലർ ലെവൽ ഓഫ് വോൾട്ടേജ് വിത്ത് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി അങ്ങനെ ആയിരിക്കും വേണ്ടിയിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഇൻപുട്ട് AC സിഗ്നലിനെ കൺവേർട്ട് ചെയ്തെടുത്ത് ഒരു റെഗുലേറ്റഡ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് ഇവിടെ കിട്ടുകയാണ്. Okay, so this is the basic block diagram of an SMPS circuit. Okay, and coming to the advantages of SMPS, it is having high efficiency. It will be having high efficiency. I have already told you, like fast switching will be happening. So because of that fast switching, there will be minimal energy wastage. So efficiency will be high in case of SMPS. And also it is having a compact structure. Compact structure means that size will be very small in case of SMPS. And also flexible technology it is using, like we have seen in DC-DC converters, buck converter, boost converter, buck boost converter, those technology is using here, switching technique. So it is having a flexible technology, and it is compact in size, then it is having high efficiency. So these are the advantages of SMPS. Okay, switch mode power supply. So now we are coming to switched mode inverter. Okay, so these all are switched mode converter. That is, switched mode power supply is a switched mode converter. Switched mode inverter is also a switched mode converter. Also DC-DC converter is also a switched mode converter. So now coming to switched mode inverters. So what do you mean by generally an inverter? Inverter means a circuit in which DC is converted to AC. A circuit which is converting a direct current to an alternating current is called as a inverter. Okay, this input DC source may be a battery or output of rectifier. Okay, input DC source nammal parnallo, adu it can be a battery which will be providing a DC source, or it can be the output of the rectifier. Output of the rectifier normally it will be an DC or a pulsating DC. Okay, it will be, if that pulsated components is filtered out, we will be getting that proper DC. So switched mode inverter means an inverter which is working on switching principle, and it is converting direct current to alternate current. A device which is converting direct current to alternating current is called as a switched mode inverter. So the output voltage waveform of the inverter can be square wave, quasi square wave, or a low distorted sine wave. അതായത് നമ്മുടെ ഈ ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് നോർമലി ഇറ്റ് വിൽ ബി എ സ്ക്വയർ വേവ്. ഇൻ നോർമൽ കേസ് ഇറ്റ് വിൽ ബി എ സ്ക്വയർ വേവ്, or more appropriate AC signal required means it will be a quasi square wave. Again with less distortion, more AC signal if you required means it will be a low distorted sine wave. Practically an AC signal means a full sine wave without distortion. Okay, so നമ്മുടെ ഈ കേസിൽ, ഇനീഷ്യൽ കേസിൽ പണ്ടൊക്കെയുള്ള ഇൻവേർട്ടറിന്റെ കേസിലൊക്കെ നമുക്ക് കിട്ടിയിരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ വേവ് ആണ്. പിന്നീട് ടെക്നോളജി ഇൻക്രീസ് ചെയ്തപ്പോൾ ഇറ്റ് കെയിം ആസ് എ കോസി സ്ക്വയർ വേവ് ഓർ എ ലോ ഡിസ്റ്റോർട്ടഡ് സൈൻ വേവ്. ബട്ട് എക്സാക്ട് നമുക്ക് വേണ്ടത് ഒരു AC സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ സൈൻ വേവ് ആണ്. സോ അത്ര പ്രോപ്പർ AC അച്ചീവ് ചെയ്യുന്നതനുസരിച്ച് ഇൻവെർട്ടറിന്റെ കോസ്റ്റും കൂടും. ഓക്കെ, സോ സ്വിച്ച്ഡ് മോഡ് DC to AC inverters are used in AC motor drives. These are the applications. Switched mode DC to AC converters are used in AC motor drives and uninterruptible AC power supply. Uninterruptible AC power supplies ലൊക്കെ ഇത് യൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പം എന്താ വീട്ടിലൊക്കെ വേണമല്ലോ, UPS എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ചില
സംഭവങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ഹോസ്പിറ്റൽ കേസിലൊക്കെയാണ് അവിടെയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ എപ്പോഴും വർക്ക് ചെയ്യണം. സോ കറണ്ട് പോകുന്ന സമയത്തും നമുക്ക് അവിടെയുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണം. സോ കറണ്ട് പോയി കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു DC ബാറ്ററിയിൽ നിന്ന് നമ്മൾ ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് AC-ലേക്ക് കൺവേർട്ട് ചെയ്ത് UPS പ്രവർത്തിപ്പിക്കുന്നു. സോ സ്വിച്ച് മോഡ് ഇൻവെർട്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ AC motor drives and uninterruptible AC power supplies. Okay, and I have told you that the main objective is to produce a sinusoidal AC output whose frequency and magnitude which can be controlled. അതായത് main objective of an inverter is to provide a sinusoidal AC output from DC input. DC inputൽ നിന്ന് ഒരു sinusoidal AC output ഉണ്ടാക്കലാണ് എന്താ ഈ ഇൻവെർട്ടറിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ആൻഡ് whose frequency and magnitude which can be controlled. അതിന്റെ ഫ്രീക്വൻസിയും മാഗ്നിറ്റ്യൂഡും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതിന്റെ ഫ്രീക്വൻസിയും മാഗ്നിറ്റ്യൂഡും കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതുകൂടാതെ ഒരു പ്യുവർ സിനുസോയിഡൽ AC ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. സോ ദിസ് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് switched mode inverters. Okay, so here we can see a diagram. This symbol indicates that of a rectifier, and this symbol indicates a symbol of switched mode converter. Switched mode converter idoru rectifier inde sign ആണ്. Okay, so here you can see an input 60 Hz AC signal which is given to a diode rectifier. So an AC signal, a sine wave, if we are giving to a diode rectifier, we will be getting an output like this. Okay, pulsated output we are getting here, and if we are filtering out that pulsating component, we will be getting a pure DC here. After this filter, we will be getting an output like a pure DC here, and it is then given to a switched mode converter. Here the switched mode converter will be a inverter. Switched mode inverter. Switched mode converter ഉണ്ടല്ലോ ഇവിടെ. This will be an inverter circuit. Okay, this will be an inverted circuit. So that inverted circuit which will be converting the pure DC to an AC signal. Pure DC signal ne AC signal ne AC signal ആയിട്ട് convert ചെയ്യുന്നു, whose magnitude and frequency can be controlled. So here you can see മാഗ്നിറ്റ്യൂഡും ഫ്രീക്വൻസിയും നമുക്ക് കൺട്രോൾ ചെയ്യണം. ഔട്ട്പുട്ട് AC-യുടെ മാഗ്നിറ്റ്യൂഡും ഫ്രീക്വൻസിയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കുക. അതായത് ഇൻപുട്ട് AC സിഗ്നൽ ഉണ്ട്. ആ AC സിഗ്നലിനെ നമ്മൾ ഡയോഡ് റെക്ടിഫയർ വെച്ച സമയത്ത് നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല, സെയിം മാഗ്നിറ്റ്യൂഡിൽ തന്നെ വരുന്നത്. ഇപ്പോൾ ഒരു ഫുൾ വേ റെക്ടിഫയർ വരികയാണെങ്കിൽ 0.9 വീൻ അതാണല്ലോ വരിക ഫുൾ വേ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇവിടെ ഒരു ഫുൾ വേവ് റെക്ടിഫയർ ആണ് വെച്ചതെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇൻപുട്ട് വന്ന ഒരു സിഗ്നൽ, ആ ഒരു ഇൻപുട്ട് വന്ന ഒരു 230 വോൾട്ട് എങ്ങാണ്ടാണെങ്കിൽ അതിന്റെ ഒരു 0.9 വീൻ മാഗ്നിറ്റ്യൂഡുള്ള ഒരു കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡുള്ള ഒരു പൾസേറ്റഡ് വേവ് നമുക്ക് കിട്ടും. ദെൻ ബൈ യൂസിങ് ഫിൽട്ടർ വി ക്യാൻ ഫിൽട്ടർ ഔട്ട്, വിൽ ബി ഗെറ്റിംഗ് എ 0.9 ഇൻറ്റു 230 വോൾട്ട് ആയിട്ടുള്ള ഒരു DC വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദെൻ given to a switched mode inverter. So it is the work of this switched mode inverter. ഈ ഒരു switched mode inverterന് ഇവിടെ രണ്ട് വർക്ക് ഉണ്ട്. അതായത് വൺ, ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്, അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻപുട്ട് കോൺസ്റ്റന്റ് DC വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡും മാറ്റണം, അതുപോലെ അതിന്റെ ഫ്രീക്വൻസിയും മാറ്റണം. ഓക്കെ, അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് സ്വിച്ച്ഡ് മോഡ് ഇൻവെർട്ടറിൽ എന്താ നമുക്ക് ആദ്യം ഉള്ളത് ഒരു ഡയോഡ് റെക്ടിഫയർ ആണ്, ദെൻ ഒരു ഫിൽട്ടർ, ദെൻ എ സ്വിച്ച്ഡ് മോഡ് ഇൻവെർട്ടർ. സോ ഇവിടെ നമുക്ക് സ്വിച്ച്ഡ് മോഡ് ഇൻവെർട്ടറിന്റെ ഇൻപുട്ടിലേക്ക് വരുന്ന എന്താ ഒരു കോൺസ്റ്റന്റ് DC ആണ്. അപ്പോൾ ഈ ഒരു കോൺസ്റ്റന്റ് DCയുടെ മാഗ്നിറ്റ്യൂഡും ഫ്രീക്വൻസിയും ആര് ചേഞ്ച് ചെയ്യണം? ഇവിടെയുള്ള സ്വിച്ച്ഡ് മോഡ് ഇൻവെർട്ടർ. ദെൻ ഇറ്റ് വിൽ ബി കമ്മിങ് ആസ് എൻ AC output and it is given to a AC motor. So we will be having a doubt why we are using this circuit. You can connect this 60 Hz AC signal directly to AC motor, correct na? But here there is a problem. If we are directly connecting this 60 Hz AC to this AC motor, we will be having that 60 Hz frequency only. ആ ഒരു 60 Hz ഫ്രീക്വൻസി മാത്രമേ നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. പിന്നെ അതുകൂടാതെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓൾസോ വിൽ ബി സെയിം. ഇവിടെയുള്ള മാഗ്നിറ്റ്യൂഡും ഫ്രീക്വൻസിയും ചേഞ്ച് ചെയ്യില്ല. For changing that only we are giving to this
inverter circuit. So not this switch mode inverter circuit. Initially we will be having a diode rectifier. It is converting that input sinusoidal signal into a rectified signal, but it will be pulsating signal only. So by using this filter we can filter out the pulsating signal, and proper DC we will be getting here. This proper DC is fed into this switched mode inverter, which in which this magnitude and frequency both are changed. എങ്ങനെയാണ് ഈ മാഗ്നിറ്റ്യൂഡും ഫ്രീക്വൻസിയും ചേഞ്ച് ചെയ്യുന്നത്? അതായത് നമുക്ക് ടി ഓണും ടി ഓഫും, ഈ സ്വിച്ചിന്റെ ടി ഓണും ടി ഓഫ്, ഓൺ ടൈമും ഓഫ് ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇവിടെ PWM ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് അതിന്റെ ഫ്രീക്വൻസിയും മാറ്റാൻ പറ്റും. ഇവിടെ യൂസ് ചെയ്യുന്ന PWM ടെക്നിക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീക്വൻസി മാറ്റാൻ പറ്റും. അതുപോലെ ഓൺ ടൈമും ഓഫ് ടൈമും കൺട്രോൾ ചെയ്തതുകൊണ്ട് നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡും മാറ്റാൻ പറ്റും. സോ based on that we'll be getting an AC output, in which in this AC output where magnitude and frequency can be controlled. Magnitude frequency നമുക്ക് ഇവിടെ control ചെയ്യാൻ പറ്റുന്നുണ്ട്. So this is one type of switched mode inverter, and one more type you can see here. Previously we were having a diode rectifier in this side. So in this figure you can see in both sides we will be having a switched mode converter. Okay, in this first side we will be using a DC-DC converter. We will be using a DC-DC converter, which will be converting a input DC into a variable DC. So the magnitude we can change here itself. അതായത് ഇതിനു മുമ്പിൽ നമ്മളൊരു rectifier circuit വെച്ചതിന് ശേഷം then this output of the rectifier circuit is fed to a DC-DC converter, like either buck converter, boost converter, or buck boost converter. Any of the DC-DC converter we will be putting here, so that the magnitude can be controlled here. Okay, then that is then filtered out and then fed to a switched mode inverter. Okay, ഇവിടെ നമ്മൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മാറ്റി, then it is feeding to a switched mode inverter. സോ ഇവിടെ നമുക്ക് എന്ത് മാത്രം മാറ്റിയാൽ മതി? ഫ്രീക്വൻസി മാത്രം മാറ്റിയാൽ മതി. നേരത്തെ കേസിൽ എന്താ, നമുക്കിവിടെ ഇൻപുട്ട് ഓഫ് ദിസ് സ്വിച്ച്ഡ് മോഡ് ഇൻവെർട്ടർ ഇസ് എ കോൺസ്റ്റന്റ് ഡി സി ആണ്. സോ അതിന്റെ ഫ്രീക്വൻസി അതുപോലെ മാഗ്നിറ്റ്യൂഡും ആര് ചേഞ്ച് ചെയ്യണമായിരുന്നു? ഈ ഒരു സ്വിച്ച്ഡ് മോഡ് ഇൻവെർട്ടർ. ബട്ട് ഹിയർ ഇൻ ദ കേസ് ഓഫ് ഹിയർ വി ആർ യൂസിങ് എ switched mode converter, DC-DC converter, so that its magnitude can be controlled. Then the switched mode inverter only have to control the frequency only have to control here. Okay, frequency only we have to control here, magnitude already controlled here. So this output we will be getting a AC signal, and it is fed to the AC motor. Okay, so these are the two types of switched mode inverter, and how these inverters are classified based on the input signal. If the input to the switched mode inverters is a DC voltage source, such inverters are referred as voltage source inverters. അതായത് ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻവെർട്ടറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. In that, if the input to the switched mode inverters is a DC voltage source, നമ്മൾ ഇൻവെർട്ടറിന് കൊടുക്കുന്ന ഇൻപുട്ട് ഒരു DC വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ such inverters are referred as voltage source inverters. Those inverters are referred as voltage source inverters. And if input to the switch mode inverters is a DC current source, such inverters are referred as current source inverters. Input ഒരു DC current source ആണെങ്കിൽ such inverters are referred as current source inverters. It is used in high power AC motor drives. These current source inverters are used in high power AC motor drives. In this module we are mainly concentrating on this voltage source inverters. So this voltage source inverters are divided into three categories. One is pulse width modulated inverters, another one is square wave inverters, and another one is single phase inverters with voice cancellation. അതായത് VSI, അതായത് voltage source inverters are classified into three categories. One is pulse width modulated
inverters, second one is square wave inverters, and third one is single phase inverters with the voice cancellation. So we'll be discussing detail about that. So this is the pulse width modulated inverters. This I have already explained this figure. Okay, that input we are having a diode rectifier, then a filter circuit, and a switched mode inverter here. So here the input AC is given to a diode rectifier. It will be giving an output of a pulsated DC will be getting here as an output. Then this filter will be filtering out the pulsated components, and we are getting a proper DC. And input to the switched mode inverter will be a proper DC signal. And here this switched mode inverter have to control this magnitude and frequency. I told magnitude is controlled by varying the T on and T off, and frequency is controlled by using pulse width modulation in this inverter. So finally we are getting an AC signal whose magnitude and frequency is varied. This figure already I have explained, same thing only. Input DC voltage essentially constant in magnitude. അതായത് input DC voltage will be a constant in magnitude for this inverter. Inverter input ആയിട്ടുള്ള voltage will be a constant DC voltage. And here I have already explained, a diode rectifier is used to rectify the line voltage. Line voltage ആണ് 60 Hz ഉള്ള ഒരു ലൈൻ വോൾട്ടേജ്, 60 Hz ഉള്ള ഒരു സൈനുസോയിഡൽ ലൈൻ വോൾട്ടേജിനെ റെക്ടിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു കോൺസ്റ്റന്റ് DC വോൾട്ടേജിലേക്ക് കൊണ്ടുവരുന്നത്. ആ കോൺസ്റ്റന്റ് DC വോൾട്ടേജ് ആണ് നമ്മുടെ സ്വിച്ച്ഡ് മോഡ് ഇൻവെർട്ടറിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഈസ് വേരിഡ് ബൈ using T on and T off time, and this frequency is varied by using this PWM technique. Okay, therefore the inverter must yes, here the inverter itself have to control the magnitude and frequency of the AC output voltage. Okay, and the frequency change in frequency is achieved by using PWM of the inverter switch. Okay, so this is about pulse width modulated inverter. We will be discussing about this in details. In this module we are discussing about pulse width modulated inverters only. Next one is square wave inverter. Another classification of voltage source inverter is square wave inverter. This figure also I have already explained that previously we were having a rectifier here. Instead of that we are having a switched mode DC-DC converter here, and here also we are having the switched mode inverter. So the here the major advantage is here this switched mode converter itself will be controlling the magnitude of the input signal. So the input to the switch mode inverter will be in that magnitude will be already controlled. So this switch mode inverter only have to control the frequency. Switch mode inverter only have to control the frequency, and finally we are getting a controlled AC signal with a controlled magnitude and frequency. Okay, desired magnitude and frequency we are giving to the AC motor. So input DC voltage is controlled in order to controlled magnitude of output AC voltage. That the magnitude will be already controlled in this switched mode converter placed here. Inverted part has to control frequency of the output AC voltage. Inverted part have to control the frequency of the output AC voltage. Output AC voltage waveform similar to square wave, hence called square wave inverter. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന output AC voltage will be similar to a square wave, so we are calling this as a square wave inverter. So now coming to the third classification of the voltage source inverter, that is single phase inverters with the voltage cancellation. Sorry, single phase inverter with the voice cancellation. Okay, so not voltage, it is voice cancellation. So here in this type of inverter it will be using the property of both the pulse width and square wave inverter. That is input to the inverter is a constant DC voltage. Input to the inverter is a constant DC voltage. This we have seen in pulse width modulated inverter. Pulse width modulated inverter we have seen that input to the inverter is a constant DC voltage. We will be using a rectifier circuit in, then we are feeding it to a filter circuit. So
Input to the inverter will be a constant DC voltage, and the inverter part have to control frequency of the output AC voltage. Inverter part have to control frequency of the output AC voltage, and the output waveform is similar to square wave. Output waveform will be similar to square wave. That is why it is called as single phase inverter with the voice cancellation. It will be using this both pulse width and square wave inverter technique. Okay, so this single phase inverter with the voice cancellation also not required in detail. We are majorly concentrated with the pulse width inverter circuits only. Okay, so how generally a switched mode inverter will be operating, that now we are going to see. Here you can see an input rectifier circuit is there. Okay, a rectifier circuit will be here, and then a filter, then a single phase switch mode inverter. Single phase switch mode inverter is here, with inside filter will be also there, then output is coming here. Okay, so if it is an inductive load, one thing you have to assume that for an inductive load, the current will be lagging behind the voltage. For an inductive load, current will be lagging behind the voltage. And also assume if power is positive, means power is transferring from this side to, from inverter, this circuit to outside. If power is negative, means this power is transferring to this inverter. If power is positive, means power is going out of inverter, and power is negative, means power is coming into this inverter circuit. So this you have to assume. Okay, and also we know that power means V0 into I0, V0 into I0, which is called as power. Okay, so I have already told, if it is a inductive load, if it is an inductive load, the current will be lagging behind voltage. So you can see here the zero crossing of this is a voltage waveform, sinusoidal voltage waveform V0 you can see here, and the corresponding current waveform is shown here. You can see where this both sine waves are crossing this zero. You can see here for voltage it is crossing here, and for current it is crossing here. So there is a phase difference here, that is current is lagging behind the voltage. This is the voltage waveform and this is the current waveform. So from this it is evident that current is lagging behind the voltage. So we all know that P is equal to V0 into I0, that is power which is equal to output voltage into output current. Okay, so this crossings of this voltage and current is marked here. Okay, and you can see here in this in this interval 1 you can see here. Okay, in this interval 1 you can see here both the current and voltage is positive. Both the current, this is the current, it is positive in this interval 1, and voltage also positive. In this interval 1 both the current and voltage is positive. So power is equal to positive voltage into positive current, which will be positive value. So you can, if you are plotting a graph, you will be getting in this quadrant 1. So power is going out of this inverter, so it will be acting as an inverter. Okay, power is going out of this inverter circuit, so it will be acting as an inverter. P will be a positive value, that is in this interval 1 both the voltage and current are having positive value. So power P is equal to V0 into I0, that is a positive value. So power positive means this power is coming out of this inverter circuit. So in quadrant 1 inverter will act as a, in quadrant 1 it will be acting as an inverter. And you can see
in this interval 2, you can see current is positive whereas voltage is negative. Current is positive whereas voltage is negative. So if you are plotting here, it will be coming in the second quadrant. Current is positive and voltage is negative. So current is positive, voltage is negative means P will be a negative value. P negative value means this power is flowing in this direction. Power is flowing in this direction means it is converting AC to DC. AC to DC. Okay. This side DC, this side AC. So it is converting AC to DC. So AC to DC means it will be a rectifier circuit. So in this quadrant 2, it will be acting as a rectifier. Okay. Now coming to the interval 3. In interval 3, you can see both voltage and current both are negative. Both are negative means if you are multiplying that, it power will be a positive value. Power positive means that power is flowing from inverter circuit to outside. So in quadrant 3, that is where I0 and V0 is negative, it will be acting as an inverter. Now in this interval 4, you can see voltage is positive and current is negative. So ultimately power will be negative here. Voltage positive, current negative ആണ്. So ultimately voltage will be negative here. You can see voltage is positive and current is negative. So power is negative means it will be flowing from this AC side to DC side. So it will be acting as a rectifier in quadrant number 4. So like this only this inverter will be operating. Like this only this inverter will be operating. So based on the power value, it can act as an inverter as well as a rectifier. So that is what mentioned here. Output waveform shows that during interval 1, both the V0 and I0 are positive, power is positive. Interval 2, V0 negative, I0 positive, power negative. Like that, these are the things we have discussed there. So during interval 1 and 3, the instantaneous power flow P is equal to V0 into I0 is from DC side to AC side. 1 and 3. In 1 and 3, it will be from DC side to AC side. So power is positive. Instantaneous power flow V0 into I0 is from DC side to AC side, corresponding to a inverter mode of operation. During interval 2 and 4, instantaneous power flow P is equal to V0 into I0 is from AC side to DC side. അതായത് 2 4 power will be negative. So flow will be from AC side to DC side. So it will be acting as an rectifier. So corresponding to a rectifier mode of operation. So switch mode inverter must be capable of operating in all 4 quadrants of I0 V0 plane during each cycle of the AC input. AC input in each cycle, the switch mode inverter should be capable of operating in all 4 quadrants of I0 and V0 plane. I0 and V0 ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എല്ലാ AC സിഗ്നലിന്റെ എല്ലാ സൈക്കിളിലും this switch mode inverter should be capable of working or operating in all 4 quadrants. Okay, so this is the basic switch mode inverter operation. Okay, I hope it is clear to you. If any doubt, you have to get to me. Okay, so now coming to the pulse width modulated inverter techniques. So why we are using this pulse width modulation? That is main objective of inverter. I have already told that in inverter circuits we would like the inverter output to be sinusoidal, and magnitude and frequency of that sinusoidal wave should be controllable. That is our major objective in case of inverter. That is DC to AC we have to convert, and that AC should be a sinusoidal signal whose magnitude and frequency are controllable. That is our main objective. So where this importance of this pulse width modulation is coming is that for controlling this frequency part, and we are using this pulse width modulation techniques, and also the magnitude we can control by changing the on time and off time. Okay, so we are going to discuss in details. So normally a pulse width modulation techniques means
we'll be having a ramp signal along with a constant DC volt. So that is a normal pulse width modulation technique. That is we will be having a ramp signal. Ramp signal will be having, and also a constant DC voltage. A constant DC voltage which will be acting as a reference voltage, which will be acting as a reference voltage. So we'll be having a ramp signal and a reference voltage. So ramp signal will be compared with a constant voltage in normal case of pulse width modulation. Okay, so for output, this is the output coming here. Here you can see whenever the DC constant voltage is higher than this ramp voltage, we are getting a high output, and whenever the ramp signal is higher, we are getting a low output. And again you can see here, whenever this reference constant voltage is higher, we are getting a high output, and whenever this ramp signal is higher, you are getting a low output. So here you can see, for output, time periods depends on ramp signal time period. അതായത് ഈ ഒരു output signalന്റെ time period is depending on the ramp signal. ഈ ramp signalന്റെ ramp signalന്റെ ഒരു time periodന് corresponding ആയിട്ടാണ് നമ്മുടെ outputന്റെ time period. But the magnitude here will be depending on this reference voltage. ഇതിന്റെ magnitude is depending on the reference voltage. അതായത് ഈ reference voltage കൂടുന്നതിനനുസരിച്ച് ഈ output waveformന്റെ magnitude will be increasing. So here the major problem is time period is fixed. അതായത് ഈ ramp signal ഉണ്ടല്ലോ, ആ ramp signal നമ്മൾ കൊടുക്കുന്ന ramp signalന്റെ time period will be fixed always. So only we can vary here on time and off time. On time and off time ആണ് നമുക്ക് ഈ reference voltage മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് on time off time നമുക്ക് vary ചെയ്യാൻ പറ്റും. So on time off time vary ചെയ്തുകൊണ്ട് only magnitude will be varying. Only magnitude will be varying. So here in this case we can't vary the frequency. Magnitude we can vary by changing the on time and off time. On time off time അതുപോലെ ഈ കൊടുത്തിരിക്കുന്ന റെഫറൻസ് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓൺ ടൈം ഓഫ് ടൈം ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബട്ട് ഹിയർ വി ഹാവ് ഗിവൺ എ റാംപ് സിഗ്നൽ whose frequency is fixed. So the time period of the output will be depending on the this ramp signal. So frequency is not varied in this case. So these kinds of pulse width modulation technique is not desirable and is not used in case of inverter. ഇൻവെർട്ടറിന്റെ കേസിൽ ഈ ടൈപ്പ് ഈ റാമ്പും അതുപോലെ ഒരു റാമ്പ് സിഗ്നലും അതുപോലെ ഒരു കോൺസ്റ്റന്റ് DC വോൾട്ടേജും ആയിട്ടുള്ള ഒരു pulse width modulation techniques we are not using in inverter circuits. Why it is not using? Because here the time period will be same. Time period will be same. Why we are saying that time period will be same? അതായത് ഈ time period will be depending on the ramp signal. Ramp signal time period is already fixed. So only thing we can vary is magnitude. നമുക്കെന്താ ഇൻവെർട്ടറിന്റെ കേസിൽ ഔട്ട്പുട്ടിലുള്ള ഫ്രീക്വൻസിയും വേരി ചെയ്യണം, അതുപോലെ മാഗ്നിറ്റ്യൂഡും വേരി ചെയ്യണം. ഈ ഒരു കേസിൽ എന്താ, നമ്മുടെ ഓൺ ടൈം ഓഫ് ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാറ്റാൻ പറ്റും. ബട്ട് ഹിയർ ദ time period of the output voltage will be depending on the time period of the ramp signal, which is already fixed. So frequency we can't vary here. So this type of pulse width modulation is not used in inverter circuit. DC converter okay, but in case of inverter it is not used. So then how we will be using pulse width modulation technique in case of inverter? So in order to produce a sinusoidal output waveform at a desired frequency, അതായത് ഒരു sinusoidal output waveform ആണല്ലോ നമുക്ക് ഫൈനലി വേണ്ടത്. ഓക്കെ, മീൻസ് പ്രാക്ടിക്കൽ കേസിൽ നമുക്കൊരു sinusoidal output voltage അത് എക്സാക്ട്ലി പോസിബിൾ അല്ല. സോ we will be coming to it. Okay, so in order to produce a sinusoidal output waveform at a desired frequency, a sinusoidal control signal at a desired frequency is compared with a triangular waveform. അതായത് ഒരു sinusoidal control signal, ഒരു സൈൻ വേവിന്റെ ഒരു കൺട്രോൾ സിഗ്നൽ അറ്റ് എ ഡിസൈഡ്, നമുക്ക് വേണ്ട ഒരു ഡിസൈഡ് ഫ്രീക്വൻസിയിൽ ഒരു സൈൻ വേവിന്റെ ഒരു കൺട്രോൾ സിഗ്നൽ
is compared with a triangular waveform. ഒരു triangular waveformനെ ഒരു സൈൻ വേവ് ആയിട്ട് ഒരു ഡിസൈഡ് ഫ്രീക്വൻസി ഉള്ള ഒരു സൈൻ വേവ് ആയിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കേസിൽ, അതായത് ഇൻവേർട്ടറിന്റെ കേസിൽ പൾസ് വിത്ത് മോഡുലേഷൻ ടെക്നിക്, ദാറ്റ് വിൽ ബി ദ better suited idea. Okay, in case of inverters, better suited pulse width modulation. That we can also call it as sinusoidal pulse width modulation. Sinusoidal pulse width modulation നമുക്ക് അതിനെ വിളിക്കാം. അതായത് ഒരു triangular waveform is compared with a sinusoidal control signal at a desired frequency. Okay, so that figure we can see here. So here you can see this is the triangular waveform. Okay, triangular waveform, and we are having a control signal, a control sinusoidal signal also we are having. So this triangular signal is compared by using this control sinusoidal signal, and we are getting output like this. So here you can see the magnitude is varied and also the frequency also varied. In lab ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് PWM ടെക്നിക്സിൽ, ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഡ്ത്ത് നമുക്ക് വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു AC ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടുന്നത് പോലെ തന്നെയാണ് PWMന്റെ കേസിൽ. സോ that is what using here. So for that I have already told that for that extra circuits are needed. Okay, extra circuits are needed. That is what we are discussing here. Like ഒരു triangular waveform, it is compared by using a sinusoidal waveform. So we are getting output with different pulses, different pulse width. Output we are getting with different pulse width. So എങ്ങനെ ഇത് ഇവിടെ വർക്ക് ചെയ്യാന്നുള്ള നോക്കുക. സോ ഒരു ട്രയാങ്കുലർ വേവ് ഫോം ഉണ്ട്, അതുപോലെ നമുക്കൊരു സൈനുസോയിഡൽ വേവ് ഫോം ഉണ്ട് അല്ലേ, അത് രണ്ടുമാണ് കമ്പയർ ചെയ്യുന്നത്. സോ ഹൗ വി ആർ ഗെറ്റിംഗ് ഔട്ട്പുട്ട് വി ക്യാൻ സി. സോ whenever the triangular waveform is higher than, whenever the sinusoidal waveform is higher than triangular waveform, we will be getting a high pulse, we will be getting a high output. Okay, അതായത് സൈനുസോയിഡൽ വേവ് ട്രയാങ്കുലർ വേവിനേക്കാളും കൂടുതലാണെങ്കിൽ we are getting a high output. Okay, here you can see. Here you can see na first one. Here sinusoidal waveform is higher than triangular waveform, so we are getting an high pulse there. Okay, and here you can see this triangular waveform is higher than this sinusoidal waveform, we are getting a low output. So similarly that waveform will be going like this. So we are getting a waveform with a different pulse width, different pulse width ഉള്ള ഒരു waveform നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എത്തുന്ന കേസിൽ നോക്കുക, ഇവിടെ എത്തുന്ന കേസിൽ എന്താണ്, ട്രയാങ്കുലർ waveform ആണ് ഇവിടെ കൂടുതലുള്ളത്. ഇവിടെ കൂടുന്ന നോക്കുക, ഇവിടെയൊക്കെ ട്രയാങ്കുലർ waveform ആണ് കൂടുന്നത്. So here we will be getting a off time കൂടുതലായിട്ടുള്ള ഹയർ പൾസ് വിഡ്ത്തിലുള്ള ഒരു ഓഫ് ടൈം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതേ അവസരത്തിൽ ഈ ഒരു കേസിൽ വരുന്ന സമയത്ത് നമ്മുടെ ഓൺ ടൈമിന്റെ പൾസ് വിഡ്ത്ത് വളരെ കുറവാണ്. സോ ഹിയർ യു ക്യാൻ സി ഈ ഒരു പോസിറ്റീവ് സൈഡിൽ ഇപ്പോൾ പൾസ് വിഡ്ത്ത് കൂടുന്ന സമയത്ത് ഒരു ആവറേജ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അതുപോലെ ഈ പൾസ് വിഡ്ത്ത് നെഗറ്റീവ് സൈഡിൽ കൂടുന്ന ഈ ഒരു കേസിൽ നമ്മൾ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവറേജ് ഏകദേശം ഇങ്ങനെ കിട്ടും. സോ അപ്രോക്സിമേറ്റ്ലി വി ആർ ഗെറ്റിംഗ് ഒരു ഡിസ്റ്റോർട്ടഡ് സൈൻ വേവ് ആയിട്ട് കിട്ടും. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സി if the on time and the off time is varied, you can see here we are getting pulses of different magnitude. Okay, so different width ഉള്ള പൾസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതായത് ഓൺ ടൈമോ ഓഫ് ടൈമോ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ്
വിടുത്തുള്ള പൾസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. സോ it is magnitude is changed. മാഗ്നിറ്റ്യൂഡ് ഈ ഒരു കേസിൽ മാറിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ ഹിയർ പൾസസ് ആർ കമ്മിങ് വിത്ത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി. അതായത് നമ്മുടെ ഇവിടെ എന്താ, നേരത്തെ നമുക്ക് ഇവിടെ ഒരു കോൺസ്റ്റന്റ് DC വോൾട്ടേജ് ആയിരുന്നുള്ളത്. ഇവിടെ എന്താ, നമ്മളൊരു സിനുസോയിഡൽ വേവ് ആണ് നമ്മളിവിടെ ഒരു കൺട്രോൾ സിഗ്നലായിട്ട് കൊടുക്കുന്നത്. സോ ആ ഒരു കേസ് ഉള്ളത് കൊണ്ട് ഇവിടെ എന്താ, നമുക്ക് കാണാം ഇവിടെ ഒരു ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയുള്ള സിഗ്നൽസ് ആണ് നമുക്കിവിടെ കിട്ടിയിരുന്നത്. ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആണ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഒരു ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി മീൻസ് ഒരു 50 kHz ഫ്രീക്വൻസിയാണ് ഫണ്ടമെന്റൽ എന്ന് വിചാരിച്ചോ. ആ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിനോടൊപ്പം നമുക്ക് ഈ എന്താ ഹാർമോണിക്സ്, ഡിഫറെൻറ്റ് ഹാർമോണിക്സിലുള്ള അതർ ഫ്രീക്വൻസി സിഗ്നൽ, അതായത് 50 Hz ഉണ്ടാവും, 100 Hz ഉണ്ടാവും, 150 ഉണ്ടാവും, 200 ഉണ്ട്. അങ്ങനെ ഈ 50ന്റെ ഹാർമോണിക്സ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. സോ ആ ഇപ്പം എന്താ, നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോമിൽ എന്താണ്, ഔട്ട്പുട്ട് വേവ് ഫോമിൽ നമുക്ക് ഇപ്പം എന്താണ്, ഫ്രീക്വൻസിയും ചേഞ്ച് ആയി, അതുപോലെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആയി. നമുക്കിപ്പോൾ മാഗ്നിറ്റ്യൂഡ്, ഇപ്പോൾ ഇതിന്റെ ആവറേജ് എടുക്കുമ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാം, ഇങ്ങനെ ഏകദേശം ഒരു സൈൻ വേവ് പോലെ നമുക്ക് കിട്ടുന്നു. അതുപോലെ ഇവിടെ എന്താ, നമുക്കൊരു ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആയിട്ട് ഒരു 50 Hz കിട്ടുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ഔട്ട്പുട്ട് എന്താ, പ്യുവർ ഈ പൾസ് വിഡ്ത്തായിട്ട് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ട്. അതിന്റെ ആവറേജ് എടുക്കുന്ന സമയത്താണ് നമുക്ക് ഇതൊരു സൈനുസോയിഡൽ പോലെ തോന്നുന്നത്. സോ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൽ ചെറിയ കുറേ ഫ്രീക്വൻസീസ്, അതായത് ചെറിയ ടൈം പീരീഡിൽ ഫ്രീക്വൻസികളുണ്ട്. സോ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അതിനോട് അനുബന്ധിച്ച് തന്നെ ആ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഡിഫറെൻറ്റ് ഹാർമോണിക്സ് ഉള്ള ഫ്രീക്വൻസി ഇവിടെ അവൈലബിൾ ആണ്. സോ വി ക്യാൻ കമ്പയർ ഹിയർ ബോത്ത് ദ ഫ്രീക്വൻസി ആൻഡ് magnitude. So this is how this pulse width modulation techniques is working. Okay, so I hope it is clear. Okay, so here the triangular waveform is at switching frequency fs establishes the frequency with which inverters switches are switched. അതായത് ഈ ഒരു ട്രയാങ്കുലർ വേവ്ഫോം പറഞ്ഞല്ലോ, ഈ ഒരു ട്രയാങ്കുലർ വേവ്ഫോം ആണ് ഇസെറ്റ് സ്വിച്ചിങ് ഫ്രീക്വൻസി, നമ്മുടെ സ്വിച്ചിങ് ഫ്രീക്വൻസി. അതായത് നമ്മുടെ ഇൻവെർട്ടറിന്റെ സ്വിച്ചസ് എത്ര ഫാസ്റ്റ് ആയിട്ട് സ്വിച്ച് ചെയ്യുന്നു അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു ട്രയാങ്കുലർ വേവ് ഫോമിന്റെ ഫ്രീക്വൻസിയാണ്. ആ ട്രയാങ്കുലർ വേവ് ഫോമിന്റെ ഫ്രീക്വൻസിയാണ് വിച്ച് എസ്റ്റാബ്ലിഷ് ദ ഫ്രീക്വൻസി വിത്ത് വിച്ച് ഇൻവെർട്ടർ സ്വിച്ചസ് ആർ സ്വിച്ച്ഡ്. ഓക്കെ, ആ FS എന്ന് പറയുന്നത് കരിയർ ഫ്രീക്വൻസി എന്നും പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്താ, വേറൊരു സിഗ്നൽ സൈൻ വേവ് ഓർ കൺട്രോൾ വേവ് ഫോം യൂസ് ടു മോഡുലേറ്റ് സ്വിച്ച് ഡ്യൂട്ടി റേഷ്യോ ആൻഡ് ഹാസ് എ ഫ്രീക്വൻസി F1. അതായത് നമുക്ക് ഔട്ട്പുട്ടിൽ വേണ്ട ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയിലാണ് ഈ ഒരു സൈൻ വേവ് കൊടുക്കുന്നത്. ഔട്ട്പുട്ടിൽ നമുക്ക് വേണ്ട ഒരു ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഉണ്ടല്ലോ, ആ ഒരു ഫണ്ടമെന്റൽ ഫ്രീക്വൻസിക്ക് ഡിഫറെൻറ്റ് ഹാർമോണിക്സും ഉണ്ടാവും. സോ ഔട്ട്പുട്ടിൽ നമുക്ക് വേണ്ട ഡിസൈഡ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയിലാണ് എന്ത് കൊടുക്കുന്നത്, നമ്മുടെ കൺട്രോൾ വേവ് ഫോം ഓർ സൈനുസോയിഡൽ വേവ് ഫോം വിൽ ബി ഗിവൺ വിത്ത് എ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ആ F1 ആയിരിക്കും ആ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, ഓർ F1 ഈസ് ഓൾസോ കോൾഡ് ആസ് എ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. അപ്പോൾ നമുക്കൊരു കരിയർ ഫ്രീക്വൻസി ആൻഡ് ഓൾസോ എ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. കരിയർ ഫ്രീക്വൻസി ഫ്രം triangular waveform and it determines the frequency at which inverter switches, and F1 or modulating frequency is the fundamental desired frequency which we given for the sine wave or control waveform. So the inverter output voltage will not be a perfect sine wave and will be contain voltage components at harmonic frequencies of F1. അതായത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇൻവെർട്ടർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സൈൻ വേവ് അല്ല, നമുക്ക് പൾസേറ്റഡ് ആയിട്ട് ഡിഫറെൻറ്റ് പൾസ് വിഡ്ത്തുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ബട്ട് ഓൺ എൻ ആവറേജ് ഇഫ് യു ആർ ടേക്കിംഗ് ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് എ സൈൻ വേവ് ആൻഡ് ഇറ്റ് വിൽ കണ്ടെയ്ൻ വോൾട്ടേജ് കോമ്പണൻസ് അറ്റ് ഹാർമോണിക് ഫ്രീക്വൻസീസ് ഓഫ് F1. അതായത് നമ്മുടെ ഈ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഉണ്ടല്ലോ, ആ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഹാർമോണിക്സ് ആയിട്ട് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് വിൽ ബി അവൈലബിൾ. സോ based on the speed at output AC required, we can switch to that. അതായത് ഒരു AC മോട്ടോർ ഡ്രൈവിന്റെ സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്, ഹാർമോണിക്സ് ഓഫ് ഫ്രീക്വൻസീസ് ഉണ്ട്, അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ we can control it. Okay, to an extent. Okay,
perfect sine wave അല്ല. So to an extent we can control. സോ ഇത് വെച്ചാണ് നമ്മളിപ്പം നോർമലി ഇപ്പം വീട്ടിൽ തന്നെ ഇപ്പം നമ്മൾ ഇൻവേർട്ടറിൽ ഇപ്പം കറണ്ട് പോയി കഴിഞ്ഞാൽ ഇൻവേർട്ടറിൽ സംഭവം വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫാനിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ നമുക്ക് ഒരു മൂളൽ പോലൊക്കെ ഒരു സൗണ്ട് കേൾക്കാം ഇടയ്ക്ക്. എന്തുകൊണ്ടാണ് ഈ മൂളൽ പോലത്തെ ഒരു സൗണ്ട് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ എക്സാക്ട് സൈൻ വേവ് ഇല്ല, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് കറണ്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയിരുന്നത് ഒരു എക്സാക്ട് AC സിഗ്നലാണ്. ഇവിടെ എന്താ ഒരു എക്സാക്ട് AC സിഗ്നൽ ഇല്ല, ഇറ്റ് വിൽ ബി ഓഫ് പൾസസ്, ചെറിയൊരു പൾസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് അവിടെ ഈ ഒരു മൂളൽ പോലത്തെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൈൻ വേവ് AC സിഗ്നൽ ഇല്ല, ആ ഒരു കാരണം കൊണ്ടാണ്. മുമ്പൊക്കെ കേൾക്കുമായിരുന്നു, ഇപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ കുറേയൊക്കെ നമ്മുടെ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ഓൾമോസ്റ്റ് സിമിലർ സൈൻ വേവ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇൻവെർട്ടറിന്റെ കേസിൽ. ഓക്കെ, സോ ദിസ് ഈസ് about pulse width modulation. And also one more term is there, that is modulation index, which is equal to control voltage divided by triangular voltage. V control divided by V triangular. What is V control? V control is the peak amplitude of control signal. Peak amplitude of control signal ആണ് എന്ത് V control. Control signal എന്ന് പറഞ്ഞാൽ നമ്മുടെ sinusoidal signal. Peak amplitude of the sinusoidal signal divided by amplitude of triangular signal. Amplitude of triangular signal will be generally a constant. അതായത് triangular signalന്റെ almost ഒരു constant amplitude ലായിരിക്കും. But the peak amplitude, so modulation index is defined as V control divided by V triangular. അതായത് V control means peak amplitude of control signal, whereas V triangular is amplitude of triangular signal. Modulation index എന്ന് പറഞ്ഞ ഒരു ടേമിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതുപോലെ frequency modulation ratio is defined as Fs by F1. Fs means frequency of triangular wave or carrier frequency. ഓക്കെ, നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ Fs എന്ന് പറഞ്ഞാൽ. Fs means frequency of triangular wave or carrier frequency, whereas F1 is equal to frequency of sine wave or fundamental frequency. Frequency of sine wave or fundamental frequency. So these two terms you have to remember. Modulation index, which is equal to peak amplitude of control signal divided by amplitude of triangular signal, whereas frequency modulation ratio, which is equal to frequency of triangular or carrier wave divided by fundamental frequency. That will be the frequency modulation ratio. So now coming to the applications of switched mode inverters, it is used in DC power source utilization. That is, an inverter converts DC electricity from sources such as batteries or fuel cells to AC electricity. അതായത് ഒരു DC power source നമ്മുടെ ഇപ്പം UPS എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു DC power source-നെ യൂട്ടിലൈസ് ചെയ്യുന്നു. മറ്റേ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് പവർ എടുത്തിട്ട് അതിനൊരു AC ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് DC power source utilization. Then another one is uninterruptible power supplies, UPS. അതന്നെ, an uninterruptible power supply uses batteries and an inverter to supply AC power when main power is not available. Main power available അല്ലാത്ത സമയത്ത് ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുത്തിട്ട് അതിനെ ആ ഒരു DC AC ആയി കൺവേർട്ട് ചെയ്ത് AC പവർ ജനറേറ്റ് ചെയ്യുന്നതാണ് uninterruptible power supplies എന്ന് പറയുന്നത്. ഓക്കെ, then ഇലക്ട്രിക്കൽ മോട്ടോർ സ്പീഡ് കൺട്രോൾ. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഇതിന്റെ ഫ്രീക്വൻസി മാറ്റി കഴിഞ്ഞാൽ, ഫ്രീക്വൻസി മാഗ്നിറ്റ്യൂഡ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് മോട്ടറിന്റെ സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇൻവെർട്ടർ സർക്യൂട്ട്സ് ആർ ഡിസൈൻഡ് ടു പ്രൊഡ്യൂസ് എ വേരിയബിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് റേഞ്ച് ആർ ഓഫൺ യൂസ്ഡ് വിത്തിൻ മോട്ടോർ സ്പീഡ് കൺട്രോളർ. ഓക്കെ, ദെൻ ഫോർ ഇൻഡക്ഷൻ ഹീറ്റിംഗിന്റെ കേസിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ ഫ്രീക്വൻസി വേണം. സോ ഇൻവെർട്ടർ convert low frequency AC main power to high frequency for use of induction heating. അതായത് ലോ ഫ്രീക്വൻസിയിലുള്ള ഒരു AC സിഗ്നലിനെ ഹൈ ഫ്രീക്വൻസിയിലേക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്യുന്നു in case of induction heating. So this is about today's class. I hope everyone understand this. So by this we are concluding today's class. So if any doubt, please get to me. Okay, thank you. So in the